ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ബുക്കിഷ് റൈറ്റർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് KN പ്രശാന്ത് എന്ന എഴുത്തുകാരൻ്റെ പൊനം എന്ന നോവലാണ്. DC ബുക്കാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വില വരുന്നത് 330 രൂപയാണ്. നന്ദനാർ സാഹിത്യ പുരസ്കാരം, പത്മരാജൻ പുരസ്കാരം, നൂറനാട് ഹനീഫ സ്മാരക പുരസ്കാരം എന്നിവയൊക്കെ ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കൃതി സിനിമയാക്കാൻ പോവുകയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ലാൽ ജോസ് ആണ് ഈ കൃതി സിനിമയാക്കാൻ പോകുന്നത്. ഞാൻ കോഴിക്കോട് DC ബുക്സിൽ നിന്നുമാണ് ഇത് വാങ്ങിയത്. അവിടെ നാട്ടിൽ പോയ സമയത്ത് അവിടുന്ന് ബുക്സ് വാങ്ങാൻ പോയപ്പം അവിടെ സെയിൽസ് മാനായിട്ട് നിൽക്കുന്ന ആൾ എന്നോട് പറഞ്ഞാണിത് നല്ലൊരു പുസ്തകമാണ്, ലാൽ ജോസൊക്കെ ഇങ്ങനെ സിനിമയാക്കാൻ പോകുന്നൊരു പുസ്തകമാണ്, ഇത് നിങ്ങൾ വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് വാങ്ങിയത്. വായിച്ചത് കൊണ്ട് എനിക്ക് ഒട്ടും നിരാശ തോന്നിയിട്ടില്ല. വളരെ നല്ല ഒരു പുസ്തകമാണ്. വളരെ നല്ലതെന്ന് വെച്ചാൽ ഒരു മികച്ച എഴുത്ത് തന്നെ ഇതിന് പറയേണ്ടിയിരിക്കുന്നു. കാസർഗോഡ് മംഗലാപുരം അതിർത്തിയിലുള്ള ഒരു കാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെയാണ് ഇദ്ദേഹം ഈ ബുക്കിലൂടെ നമ്മളോട് പറയുന്നത്. കരിമ്പുനം എന്ന പ്രദേശത്തിലൂടെയാണ് ഈ കഥ പോകുന്നത്. മലയാളം, കന്നഡ, തുളു എന്നീ ഭാഷയുടെ ഒരു മിക്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഏത് സ്ഥലത്താണോ കഥ നടക്കുന്നത് അവിടുത്തെ അന്നത്തെ കാലഘട്ടത്തിനും സ്ഥലത്തെ ഭാഷാരീതിക്കും അനുസരിച്ചുള്ള ഭാഷാപ്രയോഗങ്ങളാൽ വളരെ വ്യക്തമായിട്ടാണ് ഈ എഴുത്തുകാരൻ ഇതിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അത് ശരിക്കും അങ്ങനെ തന്നെ പ്രയോഗിക്കുമ്പോഴാണ് ആ കഥയായിട്ട് നമ്മൾ മാനസികമായിട്ട് അടുക്കുന്നുള്ളൂ. അല്ലാതെ ആ കാലഘട്ടത്തിലെ ഭാഷാപ്രയോഗങ്ങളല്ലെങ്കിൽ നമുക്ക് ശരിക്കും ആ കാലഘട്ടത്തിലല്ല നമ്മൾ നിൽക്കുന്നത് എന്ന് ശരിക്കും തോന്നും. എനിക്ക് ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടായി. ഞാൻ ആ പുസ്തകത്തിൻ്റെ റിവ്യൂ പറയുമ്പോൾ എന്തായാലും അത് ഇതിൽ പറയുന്നതാണ്. ഇതിലെ പല വരികളും ഞാൻ റിപ്പീറ്റ് ചെയ്തു പോയി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്നത്തെ ഭാഷാരീതിയിൽ നിന്നും പലതും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. പൊതുവേ നമ്മുടെ നാട്ടിൽ 100 ഭാഷാരീതികളാണല്ലോ. അപ്പോൾ ഇതിൽ വരുന്ന ആ ഒരു ഭാഷാരീതി എന്ന് വെച്ചാൽ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒട്ടും കഥയെ ഇത് നമ്മളെ ബാധിക്കുന്നില്ല കേട്ടോ. അതായത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുതിരഞ്ചിന എന്ന് ചോദിക്കുന്നത് പേരെന്താണ് എന്നാണ്. അപ്പം അത് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ലല്ലോ. പക്ഷേ ഈ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഭാഷ അറിയാത്ത പ്രയാസം വരുന്നില്ല കേട്ടോ. നമുക്കത് മനസ്സിലാവും. അതാണ് ഈ എഴുത്തുകാരൻ്റെ മികവ് എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള വ്യത്യസ്തമായ ഭാഷാ രീതികൾ നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. വായനക്കാരനിൽ ഉണ്ടാവേണ്ട ആകാംക്ഷയെ വളരെ വ്യക്തമായിട്ട് നമ്മളിൽ ഉണ്ടാക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. അതിന് ഈ ഭാഷാരീതി ഗുണം ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. ഒരു നാടും ആ നാട്ടിലെ മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്ന പകപോക്കലും ഒക്കെയാണ് ഇതിൽ നടക്കുന്നത്. ചോരക്കളിയും കൊലപാതകങ്ങളും വെടിവെപ്പും അധികാര കൈമാറ്റങ്ങളും കള്ളക്കടത്തും തുടങ്ങി അനവധി വിഷയങ്ങളിലൂടെ കഥ പോകുന്നുണ്ട്. അതിനിടയിൽ പ്രാദേശിക ആചാരാനുഷ്ഠാനങ്ങളെയും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. രൈരു നായർ, പള്ളിക്കുഞ്ഞി ഹാജി എന്ന് തുടങ്ങിയ ജന്മിമാരും അവരുടെ ഭരണവും അവരുടെ പണിക്കാരായി കറുത്തമ്പുവും അമ്പൂട്ടി എന്നീ വരുന്ന താഴ്ന്ന ജാതിയിലുള്ള ആളുകളും അവരും തമ്മിലുണ്ടാവുന്ന വാക്പോരുകളും കൊലപാതകങ്ങളും അതിനുശേഷം ആ പകയും കാര്യങ്ങളൊക്കെ അവരുടെ മക്കളിലേക്കാവുന്നതുമൊക്കെ ആയിട്ടാണ് നമുക്ക് കഥ മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റുന്നത്. കാടും കാടിനുള്ളിൽ നടക്കുന്ന ചന്ദന വേട്ടയുമാണ് ഇതിന് അടിസ്ഥാനമായിട്ട് വരുന്നത്. അതിനിടയിൽ 2 പക്ഷങ്ങളിലുണ്ടാകുന്ന ശത്രുത, അവർ വെപ്പാട്ടിയാക്കി വെക്കുന്ന സ്ത്രീകൾ, അവരുടെ മക്കൾ, അവർക്കിടയിൽ വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഈ ക്യാരക്ടർ പലതിലേക്കും മാറി മറിഞ്ഞിട്ടാണ് പോകുന്നത്. ഈ കറുത്തമ്പുവിൻ്റെയും അമ്പൂട്ടിയുടെയും മക്കളായിട്ട് വരുന്ന ശേഖരനും മാധവനും ഈ പകകൾ പിന്നെ അവരിലേക്ക് കൈമാറാണ്. ഈ ശേഖരൻ്റെ കയ്യാളായിട്ട് വരുന്ന ഒരു സോമപ്പ നായ്ക്ക് അവരങ്ങനെ കുറേ ആളുകളായിട്ടാണ് ഇത് പോകുന്നത്. പിന്നെ ശേഖരനും സോമപ്പ നായ്ക്കും കൂടെ പിന്നീട് കാട് വെട്ടിപ്പിടിച്ച് അവരവിടെ മെയിൻ ആൾക്കാരായി മാറും. പിന്നെ ഉച്ചേരി, ചിരുത, പാർവതി, രമ്യ എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് സ്ത്രീകളെ കാണാം. ഈ ഒരു കഥയുടെ ഒരു ടോക്ക് നമുക്കിങ്ങനെ പറയാം, റാക്കും തോക്കും എന്നൊക്കെ പറയാം. അതുപോലെ ഈ റാക്ക് വിൽക്കലൊക്കെയാണ് അവർക്കുള്ള ജോലിയെങ്കിലും അവർ പല രീതിയിൽ ശരീരം വിൽക്കുന്നുണ്ട്. പക്ഷെ അത് ആരുടെയും നിർബന്ധത്തിനല്ല, അവരുടെ ഇഷ്ടങ്ങളിൽ
അതായത് അവരാരും നിർബന്ധിച്ചിട്ടല്ല അത് ചെയ്യുന്നത്, അവർ ഇഷ്ടപ്പെട്ട രീതിയിലാണത്. അവർ ഇഷ്ടപ്പെട്ട ആളുകളെപ്പോഴും അവർ കിടക്കുന്നു, അതായത് സ്വാതന്ത്ര്യമുള്ള രീതിയിലുള്ള അങ്ങനത്തെ ആളുകൾ എന്ന് വേണേൽ നമുക്ക് അവരെ പറയാൻ പറ്റും. അവരൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അവർക്ക് പറയുന്ന രീതിയിൽ അവർക്ക് അനുസരിക്കുന്ന പോലെയുള്ള ഹീറോസിനൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ പല സ്ത്രീകളെയും ഇതിൽ പറയുന്ന ആണുങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ, വളരെ മോശം രീതിയിലൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. എനിക്കിത് വായിച്ചിട്ട് ഒരു ഹീറോയിക് പരിവേഷം തോന്നിയത് കൂടുതലും തോന്നിയിട്ടുള്ളത് മാധവനാണെങ്കിലും നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന് എനിക്ക് റോള് കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയെങ്കിലും അദ്ദേഹത്തിനോടാണ് ഒരു നമുക്ക് ആരാധനയൊക്കെ തോന്നാന്നൊക്കെ പറയില്ലേ, അങ്ങനെ തോന്നുന്നത്. ഇതിലുള്ള പല ക്യാരക്ടറും വരികയും മരണപ്പെട്ടു പോകുന്നതും നമുക്ക് കാണാൻ പറ്റും. സിനിമാ കഥ എഴുതാൻ വരുന്ന ഒരു ചെറുപ്പക്കാരനിൽ നിന്നുമാണ് ഈ കഥ സ്റ്റാർട്ടായിട്ട് വരുന്നതും കഥയുടെ നരേഷൻ പോകുന്നതുമെല്ലാം. കരിയനാണ് ഇദ്ദേഹത്തിന് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്താണ് ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വരുന്നത് കേട്ടോ. പിന്നീട് പാർവതിയിലേക്ക് എത്തുകയും പിന്നെ അവരും ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ പോകുന്നത്. ഒരു സിനിമ കണ്ടതിനേക്കാളും പ്രതീതി ഈ ബുക്ക് വായിച്ചാൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്നിലെ വായനക്കാരിയെ പൂർണ്ണമായും ഈ ബുക്ക് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വിഷ്വലൈസേഷൻ എത്രത്തോളം നന്നാവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ബുക്ക് ഇഷ്ടപ്പെടാൻ പറ്റും എന്നതാണ് എനിക്ക് തോന്നുന്നത്. കരിമ്പുനം എന്ന നാടും അതിലെ മനുഷ്യരുടെ തലമുറകളായി കൈമാറി വരുന്ന പകയും വന്യമായ സ്വഭാവങ്ങളും ഒക്കെയായി നമ്മളും അവിടെ പെട്ടുപോകുന്ന പോലെ നമുക്ക് തോന്നും. ഹിംസ മനുഷ്യനെ അടിമയാക്കുന്നത് നമ്മളിവിടെ വളരെ ജിജ്ഞാസയോടുകൂടി നോക്കി നിൽക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകൾ തമ്മിൽ മറ്റൊരു കാലഘട്ടത്തിൻ്റെ പകപോക്കലുകളുടെ ഇരയാവുന്നത് വളരെ നിസ്സഹായതയോടുകൂടിയാണ് നമ്മൾ നോക്കി നിൽക്കേണ്ടി വരുന്നത്. വളരെ മനോഹരമായ എഴുത്തുകളും കൺസെപ്റ്റുകളും ഒക്കെ ആയി ഇതുപോലെ മനോഹരമായ സൃഷ്ടികൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ എഴുത്തുകാരനെ ആശംസിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പുസ്തകം എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. വീണ്ടും ഒരു ബുക്കുമായി വരുന്നവരെ ബൈ ബൈ.